ഹായ് ലിബിയ. ഹലോ, ഹായ്. സുഖാണോ? ഞാൻ സുഖമായിട്ടിരിക്കും. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്, പിന്നെ അവരുടെ പാരന്റ്സ് ഉണ്ട്. ഓക്കെ. ലിബിയുടെ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് മാള. മാളയിലാണ് അല്ലേ? ഓക്കെ. അപ്പം കറന്റ് എന്താ ലിബി ചെയ്യുന്നേ? ഞാനിപ്പോ കോഴ്സ് കഴിഞ്ഞു. ഓക്കെ. ലിബി അവോധയിൽ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു കോഴ്സൊക്കെ? കോഴ്സ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. റെക്കോർഡഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ എപ്പോന്ന് വെച്ചാൽ കയറി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷൻ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ട്യൂട്ടേഴ്സിന്റെ ടൈമിംഗ് അനുസരിച്ചിട്ട് അതൊക്കെ കയറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അല്ലേ? ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? ലാപ്ടോപ്പിലായിരുന്നു അതോ മൊബൈലിലായിരുന്നു ക്ലാസ് കണ്ടുകൊണ്ടിരുന്നത്? ലാപ്പിലായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരുന്നത്. ടെക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ ഹെൽപ്പ് ഡെസ്കിലോട്ട് വിളിക്കും, കയറുമായിരുന്നു. അധികം ഒന്നും അങ്ങനെ വന്നിട്ടില്ല, 1-2 വട്ടം. പക്ഷെ അപ്പൊ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അല്ലേ? മോക്ക് ഇന്റർവ്യൂസും അതുപോലെ ജാബ് സെഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടായിരുന്നു മോക്ക് ഇന്റർവ്യൂ, അതുപോലെ തന്നെ ജാപ്പിലും 2-3 വട്ടം ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ടൈമില് എങ്ങനെയാന്ന് ജാപ്പൊക്കെ എങ്ങനെയാന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നത്തെ ക്ലാസ്സിൽ പിന്നെ ജോബിന് ഒരു ഇന്റർവ്യൂവിനുള്ളത് കിട്ടിയപ്പോൾ പിന്നെ അതിന് ട്രെയിനിങ് ഒക്കെ തന്നു. പിന്നെ നല്ല മാം ആയിരുന്നു. മാം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ എന്തൊക്കെയാ ഇമ്പ്രൂവ്മെന്റ്സ് എന്താ വേണ്ടതെന്നൊക്കെ വെച്ചാൽ അതൊക്കെ നന്നായിട്ട് ചെയ്തു തന്നായിരുന്നു. ഫസ്റ്റത്തെ ജോബിൽ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു, സെലക്ട് ആയി. ഫസ്റ്റത്തെ തന്നെ ജാബ് ക്വാളിഫൈഡ് ആയി. അപ്പൊ അതുകൊണ്ട് സന്തോഷമായിരുന്നു. ഇന്റേൺഷിപ്പിന് തന്നെ ഫസ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തത്. ഇന്റേൺഷിപ്പ് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാനും, പിന്നെ ഞാൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു ചെയ്തിരുന്നേ. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണേലും അവര് നമുക്കിപ്പോ വർക്കിന് ടൈം കഴിഞ്ഞാലും എന്തെങ്കിലും ചോദിക്കാൻ ഡൗട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു നമുക്ക്. ഇന്റേൺഷിപ്പും അടിപൊളിയായിട്ട് കഴിഞ്ഞു അല്ലേ? അങ്ങനെ ലിബിയ ഇതിന് മുന്നേ ഈ കോഴ്സ് എടുക്കുന്നതിന് മുന്നേ ലിബിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആയിരുന്നു. ബികോം ഗ്രാജുവേറ്റ് എന്നതിന് ശേഷമാണ് അവോധയിൽ ഈ ഒരു കോഴ്സ് ചെയ്തത് അല്ലേ? അതെ അതെ. അപ്പൊ എങ്ങനെയാ അവോധയെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ എങ്ങനെയാ അറിഞ്ഞത്? ഫേസ്ബുക്കിലാണ് അവോധയെ കുറിച്ച് കണ്ടത്. പിന്നെ ഞാൻ കുറച്ച് അന്വേഷിച്ചു നോക്കി. പിന്നെ അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയപ്പോഴാണ് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തത്. ഇങ്ങനെ ഒരു ഫീസ് സ്ട്രക്ചറിൽ ഈ ഒരു കോഴ്സ് ആദ്യം കേട്ടപ്പോ എന്ത് തോന്നി ലിബിക്ക്? ആദ്യം കേട്ടപ്പോ ഞാൻ വേറെ കുറെ കോഴ്സുകളൊക്കെ അന്വേഷിച്ചായിരുന്നു. അപ്പൊ ഫീസായിരുന്നു ഒരു മെയിൻ പ്രശ്നം. കാരണം ഒറ്റയടിക്ക് വലിയ എമൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആയപ്പോ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഒരുപാട് പേര് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവരോടൊക്കെ ലിബിക്ക് എന്താ പറയാനുള്ളത് അവോധയെ കുറിച്ച്? നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഇപ്പോ എന്തെങ്കിലും ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് ഒന്നുകൂടി അവരുടെ ഇത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നമുക്ക് ഫ്രീ ടൈമിൽ ക്ലാസ് എപ്പോഴാന്ന് വെച്ചാൽ കാണാം. അതുപോലെ തന്നെ എല്ലാം ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ വീട്ടമ്മമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതൽ നല്ല ബെനിഫിറ്റ് ആണ് ഈ കോഴ്സ്. അവോധയിൽ ഈ കോഴ്സ് ടൈമിങ്ങും കാര്യങ്ങളും അതുപോലെ ക്ലാസിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് എനിക്ക് അത് അങ്ങനെയാ തോന്നുന്നത് കൂടുതൽ. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലിബിയ. നമുക്ക് വേണ്ടി കുറച്ച് സമയം ലിബിയ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് കേട്ടോ. ഫീഡ്ബാക്ക് ഒരുപാട് താങ്ക്സ്.